and welcome to another interesting session with English Ladder. അപ്പോൾ നമ്മളെല്ലാവരും വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് വേർഡ്സ് ഉണ്ടല്ലേ. ഈ വേർഡ്സ് തന്നെ നമ്മൾ തന്നെയും പിന്നെയും യൂസ് ചെയ്യാറുണ്ടല്ലേ. അപ്പോൾ ഇത് തന്നെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ലാംഗ്വേജിന് ആക്ച്വലി ഒരു ഭംഗി ഉണ്ടാവില്ല, കേൾക്കാൻ ഒരു സുഖം ഉണ്ടാവില്ല. സോ ടു ഇംപ്രൂവ് യുവർ ലാംഗ്വേജ് ആൻഡ് ടു മേക്ക് യുവർ ലാംഗ്വേജ് എ സ്റ്റെപ്പ് അഹെഡ്, ഞാൻ ഇന്ന് നിങ്ങൾക്ക് കുറച്ച് ന്യൂ വേർഡ്സ് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളുടെ ഈ പഴയ കോമൺ യൂസ്ഡ് വേർഡ്സിനോട് ഒരു ബൈ ബൈ പറഞ്ഞേക്ക്. എന്നിട്ട് നമുക്ക് ഇന്ന് മുതൽ ന്യൂ വേർഡ്സ് ലേൺ ചെയ്യാം. ഓക്കെ, സോ ഏതൊക്കെയാണെന്നുള്ള ന്യൂ വേർഡ്സ്? ലെറ്റ്സ് ജംപ് ഇൻടു ദ വീഡിയോ. നമുക്ക് ദേഷ്യം വരികയാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും ആദ്യം വരുന്ന വേർഡ് നമ്മുടെ മനസ്സിൽ? ആംഗ്രി. ഹീ ഈസ് ആംഗ്രി, ഷീ ഈസ് ആംഗ്രി, ഐ ആം ആംഗ്രി ഇല്ലേ? ഈ ആംഗ്രി ആംഗ്രി ആംഗ്രി. അപ്പോൾ ഇനി മുതൽ ആംഗ്രിക്ക് പകരം നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു വേർഡാണ് അനോയ്ഡ്. ഓക്കെ, അനോയ്ഡ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഹി വാസ് ക്ലിയർലി അനോയ്ഡ് ബൈ ദിയർ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഹി വാസ് ക്ലിയർലി അനോയ്ഡ് ബൈ ദിയർ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ്. അതായത് അവനൊരു ദേഷ്യം വന്നുകൊണ്ടിരിക്കുകയാണ്, കാരണം അവർ ചോദ്യം തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആംഗ്രിക്ക് പകരം നിങ്ങൾക്ക് അനോയ്ഡ് യൂസ് ചെയ്യാം. മറ്റൊരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാം, അത് ഫ്യൂരിയസ്. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ പറയാം. ഷി വാസ് ഫ്യൂരിയസ് അബൌട്ട് ദി ആക്സിഡൻറ്റ്. ഓക്കെ, ഷി വാസ് ഫ്യൂരിയസ് അബൌട്ട് ദി ആക്സിഡൻറ്റ്. അവൾക്ക് ആ ആക്സിഡൻറ്റിനെ കുറിച്ച് എന്തോ ഒരു ദേഷ്യമുണ്ട്. അപ്പം അവളുടെ മിസ്റ്റേക്ക് ആയിരിക്കില്ല, ചിലപ്പോൾ ഇങ്ങോട്ട് വണ്ടി വന്ന് ഇടിപ്പിച്ചതോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ ആയാലും വണ്ടി കൊണ്ടുപോയി അങ്ങോട്ട് ഇടിപ്പിച്ചോ, എന്തെങ്കിലും ഒരു പ്രശ്നമായിരിക്കും. അപ്പോൾ അവളുടെ കാർ ആയാലും എടുത്തുകൊണ്ട് പോയി, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നമായിരിക്കും. സോ ഷി വാസ് ഫ്യൂരിയസ് അബൌട്ട് ദി ആക്സിഡൻറ്റ്, സംതിങ് വാസ് നോട്ട് ഗുഡ് അബൌട്ട് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഇനി ആംഗ്രി എന്നുള്ള വേർഡിന് കുറച്ച് റെസ്റ്റ് കൊടുക്കും. ഇനി നമുക്ക് അനോയ്ഡ് ആൻഡ് ഫ്യൂരിയസ് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി സന്തോഷം വരുവാണെങ്കിലോ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടി എത്തുന്ന വേർഡ് ഏതാണ്? ഹാപ്പി, ആസ് യൂഷ്വൽ അല്ലേ. അപ്പോൾ ഈ ഹാപ്പിക്ക് പകരം നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു വേർഡാണ് ചിയർഫുൾ. ഓക്കെ, ചിയർഫുൾ. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഷീ മാനേജസ് ടു റിമെയിൻ ചിയർഫുൾ ഓൾവേസ്. ഷീ മാനേജസ് ടു റിമെയിൻ ചിയർഫുൾ ഓൾവേസ്. അതായത് എന്ത് വന്നാലും എന്തൊരു സിറ്റുവേഷൻ ആണെങ്കിലും അവൾ എപ്പോഴും വളരെ ഹാപ്പിയാണ്, അല്ലെങ്കിൽ വളരെ ചിയർഫുൾ ആണ്. അപ്പോൾ ഹാപ്പിക്ക് പകരം നമുക്ക് യൂസ് ചെയ്യാവുന്നത് ചിയർഫുൾ. ഓക്കെ, അടുത്തൊരു വേർഡ് ചിയർഫുളും മറ്റൊരു വേർഡും കൂടെ നമുക്ക് യൂസ് ചെയ്യാം, ഡിലൈറ്റ്. Okay, delight. I'm delighted to meet you. I'm delighted to meet you. Okay, I'm happy to meet you എന്ന് പറയുന്നതിന് പകരം I'm delighted to meet you. Okay, അപ്പോൾ ഇനി ഹാപ്പിക്ക് നമുക്ക് യൂസ് ചെയ്യാവുന്ന വേർഡ് ഏതൊക്കെയാണ്? ചിയർഫുൾ ആൻഡ് ഡിലൈറ്റ്. നല്ലൊരാളെ നമ്മൾ മീറ്റ് ചെയ്തെന്നിരിക്കട്ടെ. അപ്പോൾ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ എന്താ പറയുക? ഈ ഭയങ്കര നൈസായിട്ടൊരു മനുഷ്യനാണ്, വളരെ നൈസാണ് കേട്ടോ എന്ന് നമ്മൾ പറയല്ലേ. അപ്പോൾ ഈ നൈസിന് പകരം നമുക്ക് യൂസ് ചെയ്യാവുന്ന മറ്റൊരു വേർഡാണ് ചാമിങ്. ഓക്കെ, ചാമിങ്. ഹീസ് സച്ച് എ ചാമിങ് ഗായ്. ഹീസ് സച്ച് എ ചാമിങ് ഗായ്. എന്തൊരു നല്ല പയ്യനാണ്. ആൻഡ് ചാമിങ് പോലെ നമുക്ക് യൂസ് ചെയ്യാവുന്ന മറ്റൊരു വേർഡാണ് പ്ലെസൻറ്റ്. ഓക്കെ, ഷീ വാസ് വെരി പ്ലെസൻറ്റ് ആൻഡ് ഫ്രണ്ട്ലി. ഷീ വാസ് വെരി പ്ലെസൻറ്റ് ആൻഡ് ഫ്രണ്ട്ലി. അവൾ വളരെ പ്ലെസൻറ്റും ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പോൾ നൈസ് 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇനി പറയാവുന്ന വേർഡ്സ് ഏതൊക്കെയാണ്? ചാമിങ് ആൻഡ് പ്ലെസൻറ്റ്. ഓക്കെ, ഒരു മോശപ്പെട്ട സിറ്റുവേഷനെ കുറിച്ച് നമ്മൾ ആലോചിക്കുക, അല്ലെങ്കിൽ മോശം എന്നുള്ളൊരു സംഭവം നമുക്ക് മനസ്സിൽ വരികയാണെങ്കിൽ ഒബ്വിയസ്ലി ദ ഫസ്റ്റ് തിങ് ഇസ് ബാഡ് അല്ലേ, ബാഡ്. ഓക്കെ, അപ്പോൾ ഈ ബാഡ് ഇനിയും വേണ്ട, നമുക്ക് യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് പത്തറ്റിക്. ഓക്കെ, പത്തറ്റിക്. പത്തറ്റിക്കിന് ഞാനൊരു എക്സാമ്പിൾ പറയാം. ദാറ്റ്സ് സച്ച് എ പത്തറ്റിക് എക്സ്ക്യൂസ്. ദാറ്റ്സ് സച്ച് എ പത്തറ്റിക് എക്സ്ക്യൂസ്. ചിലരുടെ എക്സ്ക്യൂസ് കേട്ടാൽ നമുക്ക് തന്നെ പറയാൻ തോന്നും അല്ലേ, എന്ത് മോശം എക്സ്ക്യൂസ് ആണോ, തനിക്ക് വേറെ ഒന്നും കിട്ടിയില്ലേ പറയാൻ എന്ന് നമുക്ക് തന്നെ തോന്നിപ്പോവും. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ പറയുന്ന ഒരു കാര്യമാണ് ദാറ്റ്സ് സച്ച് എ പത്തറ്റിക് എക്സ്ക്യൂസ്. ഓക്കെ, അടുത്തൊരു വേർഡ് എന്ന് പറയുന്നത് മിസറബിൾ. ഓക്കെ, മിസറബിൾ. ഇറ്റ്സ് എ മിസറബിൾ സിറ്റുവേഷൻ. ഇറ്റ്സ് എ മിസറബിൾ സിറ്റുവേഷൻ. നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് തോന്നാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടോ, മൈ ഗോഡ് ഇറ്റ്സ് എ മിസറബിൾ സിറ്റുവേഷൻ. അപ്പോൾ ഒരു ബാഡിന് പകരം നമുക്ക് പറയുന്ന ഒരു കാര്യമാണ് ഇറ്റ്സ് എ മിസറബിൾ സിറ്റുവേഷൻ. ഓക്കെ, അപ്പോൾ ഇനി ബാഡ് വേണ്ട, നമുക്ക് യൂസ് ചെയ്യേണ്ട വേർഡ്സ് ഏതൊക്കെയാണ്? പത്തറ്റിക് ആൻഡ് മിസറബിൾ. ഇനി നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ള ഒരാളോട് പറയണം. ഓക്കെ, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് നമ്മൾ എങ്ങനെയായിരിക്കും പറയുക ഇംഗ്ലീഷിൽ? ഹാർഡ് അല്ലേ. ആദ്യം ഓടിയെത്തുന്ന വേർഡ് ഹാർഡാണ് അല്ലേ. അപ്പോൾ ഇനി ഹാർഡ് വേണ്ട, നമുക്ക് യൂസ് ചെയ്യാവുന്നൊരു വേർഡാണ് ചാലഞ്ചിങ്. ഓക്കെ, ചാലഞ്ചിങ്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഹി പെർഫോംഡ് ദ മോസ്റ്റ് ചാലഞ്ചിങ് ടാസ്ക് വിതൗട്ട് എ മിസ്റ്റേക്ക്. ഹി പെർഫോംഡ് ദ മോസ്റ്റ് ചാലഞ്ചിങ് ടാസ്ക് വിതൗട്ട് എ മിസ്റ്റേക്ക്. ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ടാസ്ക്, അല്ലെങ്കിൽ ഏറ്റവും പാടുള്ളൊരു കാര്യം അവൻ ഒരു മിസ്റ്റേക്കും ഇല്ലാണ്ട് ചെയ്തു അല്ലേ. കേൾക്കാൻ തന്നെ ഒരു രസമുണ്ട് അല്ലേ. ഹാർഡിന് പകരം നമ്മൾ ചാലഞ്ചിങ് യൂസ് ചെയ്യുമ്പം. സോ മറക്കേണ്ട, ഹാർഡിന് പകരം നമുക്ക് ചാലഞ്ചിങ് യൂസ് ചെയ്യാം. ഇതുപോലെ തന്നെ വളരെ രസമുള്ളൊരു മറ്റൊരു വേർഡാണ് ടാക്സിങ്. ഓക്കെ, ടാക്സിങ്. ഓക്കെ, ടാക്സിങ് ഞാനൊരു എക്സാമ്പിൾ പറയാം. ദ ജേർണി വാസ് വെരി ടാക്സിങ്. ദ ജേർണി വാസ് വെരി ടാക്സിങ്. ഈ ട്രിപ്പ് അല്ലെങ്കിൽ ഈ ജേർണി വളരെയധികം പാടായിരുന്നു. ഓക്കെ, ഭയങ്കര പാടായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടായി, അല്ലെങ്കിൽ വളരെയധികം പാടായിരുന്നു എന്ന് പറയുന്നതാണ് ദ ജേർണി വാസ് വെരി ടാക്സിങ്. അപ്പോൾ ഇനി ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഹാർഡാണ് എന്നൊന്നും നമ്മൾ പറയണ്ട. ഇതിന് പകരം നമുക്ക് യൂസ് ചെയ്യാവുന്ന വേർഡ്സ് ആണ് ചാലഞ്ചിങ് ആൻഡ് ടാക്സിങ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഇന്നത്തെ ന്യൂ വേർഡ്സ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ കോമൺ വേർഡ്സിനോട് നമ്മൾ യൂസ് ചെയ്ത് റീയൂസ് ചെയ്ത ഈ വേർഡ്സിനോടൊക്കെ ഒന്ന്
വലിയ നീട്ടിയൊരു ബൈ ബൈ പറഞ്ഞോളൂ, എന്നിട്ട് നമ്മുടെ ന്യൂ വേർഡ്സ് യൂസ് ചെയ്തോളൂ. ആൻഡ് പ്ലീസ് പുട്ട് ദം ഇന്ന് തന്നെ നിങ്ങളുടെ കോൺവെർസേഷൻസിൽ ഈ വേർഡ്സ് യൂസ് ചെയ്തോളൂ. ആൻഡ് ഐ എം ഷുവർ ഇറ്റ് വിൽ ഇംപ്രൂവ് യുവർ ലാംഗ്വേജ്. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ വേർഡ്സിൽ നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും ഇഷ്ടമായ വേർഡ്, ആ വേർഡ് ഞങ്ങളെന്ന് അറിയിക്കുക. എങ്ങനെ നിങ്ങളൊരു സെൻറ്റൻസ് ഉണ്ടാക്കുക, ആ വേർഡ് വെച്ചൊരു സെൻറ്റൻസ് ഉണ്ടാക്കി നമ്മുടെ കോമൻറ്റ് ബോക്സിൽ നിങ്ങളൊന്ന് കോമൻറ്റ് ചെയ്യൂ കേട്ടോ. നമ്മളും കൂടെ ഒന്ന് കേൾക്കട്ടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വേർഡ് ഏതാണെന്ന്. ഓക്കെ, സോ മറക്കണ്ട. ഓൾറൈറ്റ്, I'll see you soon in another interesting video. Till then, bye bye.